friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. കുഴിയും കുക്കറും ഒന്നും ഇല്ലാതെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നത്. ഇതേ റെസിപ്പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി അളന്നെടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് നല്ല നീളമുള്ള അരി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 7 കപ്പ് ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 7 കപ്പിന്റെ അളവുള്ള ഒരു കപ്പാണിത്. അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുഴിമന്തിക്കായിട്ട് ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ലെഗ് പീസ് എനിക്ക് മുറിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് പീസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ പീസാക്കി എടുത്തുന്നുള്ളൂ. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഇത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടണമെങ്കിൽ അതെടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. മന്തി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മന്തി മസാലയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ മന്തി മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഈ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരി വേവിച്ചെടുക്കാൻ പോണത്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 7 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ പകുതി വേവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും, ദമ്മിലിട്ടൊക്കെയും ചെയ്യും. അപ്പോൾ പകുതി വേവ് വേവിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വലിയ പീസാക്കി ഇട്ടത് കൊണ്ട് ഞാൻ 2 സൈഡും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ചിക്കന് ഈ ഒരു വേവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് വലിപ്പമുള്ള 5 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ വെള്ളം അളന്നെടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ 7 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7 കപ്പ് അരിക്ക് നമുക്ക് 13 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് അളന്നെടുത്തപ്പോൾ എനിക്കൊരു 8 കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്തതിൻ്റെ ഇരട്ടി വെള്ളമല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് കുറച്ചിട്ട് വേണം വെള്ളം അളന്നെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 9 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 4 കപ്പാണെങ്കിൽ 7 കപ്പ് അങ്ങനെ അളന്നെടുത്താൽ മതി. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഫുഡ് കളറിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ഇത് പുരട്ടി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാനിത് പുരട്ടി കൊടുക്കുന്നത്. ഇത് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ അതുപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഗ്രിൽ പാൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് പാനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഈ ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 or 6 ചെറിയ കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. 8 ഏലക്കായ ഇട്ട് കൊടുക്കാം. 6 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലുപ്പമുള്ള 5 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രൗൺ നിറം വരുന്ന വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈ സവാള വഴന്നിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി, അതിൻ്റെ വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം നമുക്കൊരു ചാർക്കോൾ കത്തിക്കാനായിട്ട് വെക്കാം. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരിക്കട്ട. നമ്മുടെ കുഴിമന്തിക്ക് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചാർക്കോൾ കത്തിക്കുന്നത്. ഇപ്പോൾ ഈ റൈസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടൊന്നുമില്ല, ഇതിൽ വെള്ളമുണ്ട്, വറ്റി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പുക വരും. പുക വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മൂടി വെക്കണം. നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ചാർക്കോൾ എടുത്ത് മാറ്റാം. നമ്മുടെ കുഴിമന്തിക്ക് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. സ്മോക്കി ഫ്ലേവർ ആവശ്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ചാർക്കോൾ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.